വിളിക്കട്ടെ മതങ്ങൾ? വിളിക്കണം. അടുത്ത പാട്ട് കേൾക്കാൻ ധൃതിയാവുന്നുണ്ടോ? പിന്നെ ഒരു മെലഡി സോങ് കേൾപ്പിച്ചുതരാം. എല്ലാവർക്കും കൊതി വരുന്ന കാര്യമാണ് മെലഡി കേൾക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ടോപ്പ് സിംഗറില് മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ജഗത് കുട്ടൻ എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് ജഗത്. നല്ല ബേബി പിങ്ക്, ഒരു പൂക്കി ജഗത്. നന്നായിട്ടുണ്ട്, അടിപൊളി. ജഗ്ഗു, എന്തോ കഴിഞ്ഞ ദിവസത്തെ ആ ഫാമിലി റൗണ്ട് ഇപ്പോഴും മായുന്നില്ല കേട്ടോ. 1 1 2, പക്ഷെ 2 എന്ന് പറയുന്നത് ഒന്നാണ്. നിങ്ങൾ നമ്മൾ രണ്ടും ഒന്നാണ്. ലക്ഷ്മി ചേച്ചിയുടെ കരവിരുതുകള് രസമായിരുന്നു. അത് നല്ലൊരു ഫൺ മൊമെന്റ് ആയിരുന്നു. കാര്യത്തിൽ അല്പം കളിയായിരുന്നു. ഇനി കളിയിൽ അല്പം കാര്യം. എന്താണ് ഇന്നത്തെ പാട്ട്? ദേവസന്ധ്യ ഗോപുരത്തിൽ. രവീന്ദ്ര മാസ്റ്റർ അതായത് അവസാനം ചെയ്ത സിനിമ. ഞാനും പാടിയിട്ടുണ്ട് ഇതിലൊരു പാട്ട്. മുഴുവനും രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്തതല്ല, പല്ലവി കമ്പോസ് ചെയ്തിരുന്നു. പിന്നെ ബാക്കിയുള്ളത് സാജന ചെയ്തത്, മാഷിന്റെ മോൻ. അതെ അതെ. ഈ ജഗ്ഗു ഉണ്ടല്ലോ, ജഗ്ഗു അവിടെ റെക്കോർഡിങ് വന്നില്ലേ, അപ്പോഴാണ് അവന്റെ ഇന്റലിജൻസ് ഞാൻ മനസ്സിലാക്കി കേട്ടോ. ആ കോമ്പോസിഷന്റെ ഓരോ ഭാഗങ്ങളും അവൻ ഇങ്ങനെ അവിടെ ഇരുന്ന് കേട്ടിട്ട് അവൻ പറയണം ഇത് കലക്കം, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കും, അവനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. അപ്പൊ ഭയങ്കര ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. താങ്ക് യു പറയാൻ വേണ്ടി പറഞ്ഞല്ലടാ. എഴുതിയത് എസ് രമേശൻ നായർ സാർ, പാടിയത് ദാസ് സാർ. വർഷം 2006. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏഴു സ്വരങ്ങളും
ചെവിയോർക്കുമോ നിൻ സ്വരം കേൾക്കുമോ ചെവിയോർക്കുമോ നിൻ സ്വരം കേൾക്കുമോ ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ശാന്തമീ വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. മിടുക്കനായിട്ട് പാടി കേട്ടോ. മിടുക്കനായിട്ട് പാടി. എനിക്കിന്ന് മൊത്തത്തിൽ ആ പാട്ടിനെ വളരെ മെച്ചുവർ ആയിട്ടാണ് നമ്മുടെ ജഗത് കുട്ടൻ അതിനെ അപ്രോച്ച് ചെയ്തത് എന്ന് ഫീൽ ചെയ്തു. നല്ല രസമായിട്ട് പാടി. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുത്ത് നന്നായി പാടിയതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിച്ചിന്റെ ചെറിയ ഇഷ്യൂസ് തോന്നി. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു പിച്ചിന്റെ ഇഷ്യൂ. ബാക്കിയൊക്കെ MJ സാറും മധുചേട്ടനും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ നല്ല ക്ലാരിറ്റി വന്നു തുടങ്ങുന്നുണ്ട്. വോയിസിന് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. വോയിസിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഹസ്കി ടോൺ മാറി, ഹസ്കി ഗ്രെയിനി ടോൺ, ആ ഒരു ഗ്രെയിനി ടോൺ മാറിയിട്ട് കുറച്ചും കൂടെ ഒരു ഗ്രെയിനിങ് കൂടി കൂടിയതാ. അതെ, നോയ്സ് ആൻഡ് ഗ്രെയിൻസ്. ഓക്കെ, യെസ്. അപ്പൊ ജഗത് കുട്ട, അതാണ് എനിക്ക് മൊത്തമായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. മിടുക്കനായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. ജഗത് കിഷോർ ചന്ദ്രശേഖര അഥവാ ജഗു. ഈ പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രവീന്ദ്ര മാസ്റ്ററിന് ഒരു വലിയൊരു ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് തന്നെ ഒരു പാട്ടിലൂടെ കൊടുത്തിരിക്കുകയാണ്. ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് രാജമണി ചേട്ടൻ, മ്യൂസിക് കമ്പോസർ രാജമണി ചേട്ടനാണ്. അപ്പോൾ രവീന്ദ്ര മാസ്റ്റർ എന്നില്ല, രാജമണി ചേട്ടനും ഇല്ല. പിന്നെ ഇത് എഴുതിയിരിക്കുന്ന മഹാപണ്ഡിതനായിട്ടുള്ള അദ്ദേഹവും ഇല്ല. അപ്പൊ അവർക്ക് മൂന്നുപേർക്കും ഉള്ളൊരു ട്രിബ്യൂട്ട് കൂടെയാണ് പാട്ട്. അപ്പൊ ജഗുവിന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97.5 on 100 today. All the best. Thank you. Good night. Bye. Good night. Good night.